السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. والله يدعو إلى دار السلام ويهدي من يشاء إلى صراط مستقيم. ഏറ്റവും സ്നേഹ സമ്പന്നരായ സഹപ്രവർത്തകരെ, ഈ ശബ്ദം അതിൻ്റെ പരിധിയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന നാട്ടുകാരെ, ഇതര മതങ്ങളിലും പ്രസ്ഥാനങ്ങളിലും വിശ്വസിക്കുന്ന സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, ഈ പ്രോഗ്രാമിൻ്റെ തൊട്ട് അയൽപ്പക്കങ്ങളിൽ വീടുകളിൽ ഇരുന്നു കൊണ്ട് ഈ ശബ്ദത്തിന് കാതോർക്കുന്ന നല്ലവരായ സുഹൃത്തുക്കളെ, രണ്ട് കാലികമായ പ്രസക്തമായ വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യാനുള്ളത്. അതിൻ്റെ മുന്നോടിയായി ഈ പ്രോഗ്രാം എന്താണ്, ഈ പ്രോഗ്രാമിൻ്റെ ഗൗരവം എന്താണ് എന്നത് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്? ഇങ്ങനെ ഒരു പ്രോഗ്രാം ഈ പ്രദേശത്ത് മാത്രം ഒരു വാശിക്കോ പരസ്പരം പഴിചാരുന്നതിനോ വേണ്ടി വെച്ച ഒരു പ്രോഗ്രാം അല്ല. മറിച്ച് വിസ്ഡം ഇസ്ലാമിക് ഗ്ലോബൽ മിഷൻ പ്രബോധന ദൗത്യവുമായി ഓരോ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഇത്തരം പ്രബോധന പ്രോഗ്രാമുകൾ വെക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായി ഒരു പ്രോഗ്രാം ഈ ഗ്രാമപ്രദേശത്തും നടക്കട്ടെ എന്ന് ആലോചിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടിയുള്ള പ്ലാനിങ് കാര്യങ്ങളുണ്ടായത്. എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ പറയാനുള്ളത്, വിശകലനം ചെയ്യാനുള്ളത്? മാനവികതയ്ക്ക് എതിരായി ഒരക്ഷരം പോലും ഇവിടെ നിന്ന് സംസാരിക്കുകയില്ല. അധാർമികതയ്ക്ക് വേണ്ടി ഒരക്ഷരം പോലും പ്രോത്സാഹനം കൊടുക്കുന്ന പദങ്ങൾ ഇവിടെ നിന്ന് പറയുകയില്ല. പിന്നെ എന്തുകൊണ്ടാണ് ആളുകൾ ഈ പ്രോഗ്രാമിനെ വെറുക്കുന്നത്? പിന്നെ എന്തിനാണ് ആളുകൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളെ മുടക്കാൻ ശ്രമിക്കുന്നത്? യഥാർത്ഥത്തിൽ അവർക്ക് ഈ പ്രോഗ്രാമിന്റെ ഗൗരവം ബോധ്യപ്പെടാത്തത് കൊണ്ടാണ്. ഒരുപക്ഷെ ഈ പറമ്പിൽ ഒരു സർക്കസ് നടന്നാൽ
ഈ നാട്ടിൽ ആർക്കും അതിലൊരു വിയോജിപ്പുണ്ടായിക്കൊള്ളണം എന്നില്ല. ഇവിടെ റിമി ടോമിയും അതുപോലെ തന്നെ മറ്റുള്ള ജോത്സനയുടെ കീഴിൽ ഒരു ഗാനമേള നടന്നാൽ ഇവിടെ ആർക്കും വിയോജിപ്പുണ്ടായിക്കൊള്ളണമെന്നില്ല. ഇവിടെ അടിവസ്ത്രം മാത്രം മുട്ടുകൊണ്ട് ഏതെങ്കിലും പെണ്ണുങ്ങൾ വന്ന് സർക്കസ് കാണിച്ച അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുവാൻ എല്ലാവരും ഉണ്ടാവും, എല്ലാ മതസ്ഥരും ഉണ്ടാവും. അപ്പോഴൊന്നുമില്ലാത്ത ഒരു പ്രയാസം, ഒരു പരിവശം, ഒരു ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണ് ഖുർആനിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുമ്പോൾ നമുക്കുണ്ടാകുന്നത്? ഇവിടെ ചർച്ച ചെയ്യുന്ന രണ്ട് വിഷയം, ഒന്ന് ഇസ്ലാം തീവ്രവാദമല്ല, സമാധാനമാണ്, ശാന്തിയാണ്. മറ്റൊന്ന് ലോകത്തിന്റെ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇതൊരു മുസൽമാൻ കേൾക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട വിഷയമാണ്. അപ്പൊ പിന്നെ ഈ പ്രോഗ്രാമിനോട് എന്തുകൊണ്ട് വിയോജിപ്പി എന്ന് ചോദിച്ചാൽ, ഈ പ്രോഗ്രാം ഇവിടെ നടക്കുന്നത് രണ്ടു കൂട്ടർ ആളുകൾക്കാണ് ഇഷ്ടപ്പെടാത്തത്. ഒന്ന് ഇരുട്ടിന്റെ ശക്തികൾക്ക്, അധാർമികതയുടെ ആളുകൾക്ക്. രണ്ട് പിശാചിന്റെ അനുയായികൾക്ക്. നന്മ പറയുന്നത് പിശാചിന് ഇഷ്ടമല്ല. അതുകൊണ്ട് വ്യക്തിപരമായോ സംഘടനാപരമായോ ആരെയും എടുത്തു പറയുന്നില്ലല്ലോ. ഇഷ്ടപ്പെടാത്തവർ ആര്, എന്തുകൊണ്ട് എന്ന് ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് വിഷയം. ഇവിടെ പറയുന്ന വിഷയങ്ങളെ ഒന്ന് കേട്ടു നോക്കാൻ, ഒന്ന് പരിശോധിച്ചു നോക്കുവാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ പറയാനുള്ളത്, ഏത് വിഷയമാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്? ഒന്നാമത്തത്, ഇസ്ലാം തീവ്രവാദമല്ല, സമാധാനമാണ്, ശാന്തിയാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ അസമാധാനം അനുഭവിക്കുന്നവർ ഈ ലോകത്തുണ്ട്. ഇന്ന് സമുദായത്തിന്റെ, സമൂഹത്തിന്റെ സമാധാനവും സ്വസ്ഥതയും എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് വിദ്വേഷ കലുഷിതമായ ഒരു സാഹചര്യങ്ങളെ മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും സമൂഹത്തിന്റെ പേരിലും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമകാലിക ലോകത്ത് സാമൂഹിക ബന്ധങ്ങൾ തകർത്തെറിയപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ കുടുംബരംഗം പോലും പരാജയപ്പെട്ടുകൊണ്ട് ദാമ്പത്യരംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, സാമ്പത്തിക ഇടപാടുകളിൽ എല്ലാം അപാരമായ തകർച്ചകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസരംഗത്തുള്ള അപച്യുതികൾ, വിശ്വാസരംഗത്തുള്ള ജീർണതകൾ. ഹൈടെക് കാലഘട്ടമാണ്. വാട്സാപ്പിന്റെയും യൂട്യൂബിന്റെയും ഇന്റർനെറ്റിന്റെയും കാലഘട്ടമാണ്. ലോകം പുരോഗമിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും മനോവിഷമങ്ങൾ അനുഭവിക്കുന്ന, അസമാധാനം അനുഭവിക്കുന്ന, അസമാധാനത്തിന്റെ വക്താക്കളെ ടെക്നോളജികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന, ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന വാട്സപ്പ് സിദ്ധന്മാരും ആൾ ദൈവങ്ങളും വിലസിക്കൊണ്ടിരിക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ ഇവരെല്ലാം ലോകത്തോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. മനസ്സിന് സമാധാനമില്ല, മനസ്സിന് ശാന്തിയില്ല. എവിടെ നിന്നാണ് സമാധാനം ലഭിക്കുക? എവിടെ നിന്നാണ് ശാന്തി ലഭിക്കുക? ഒരു വിഭാഗം ആളുകൾ സമാധാനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് യുവാക്കളായ ആളുകൾ ലഹരിയിലും ഹാൻസിലും പാൻപരാക്കിലും അഭയം പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോ, സുഹൃത്തുക്കളെ ഒന്ന് ചിന്തിച്ചു നോക്ക്. യഥാർത്ഥത്തിൽ സമാധാനമില്ല ഇന്നത്തെ യുവാക്കൾക്ക്. രാഷ്ട്രീയ രംഗത്ത്, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ, രാഷ്ട്രങ്ങൾ സാമ്രാജ്യത്വത്തിന്റെ അധിനിവേശത്തിന്റെ ശക്തികൾ, ദാരിദ്ര്യ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ പാവപ്പെട്ട രാജ്യങ്ങളെ
കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ UN പോലെയുള്ള സംഘടനകൾക്ക്, ഐക്യരാഷ്ട്ര സഭകൾക്ക് നോക്കുകുത്തുകളായി നിൽക്കേണ്ട സാഹചര്യം സംജാതമായി കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാ മേഖലയിലും മനുഷ്യൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, മനുഷ്യന് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശാന്തിയാണ്. അവൻ ആഗ്രഹിക്കുന്നത് ശാന്തിയാണ്. ലോകത്ത് അസമാധാനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന, അശാന്തി നിറഞ്ഞു നിൽക്കുന്ന, വിദ്വേഷ കലുഷിതമായ ഈ സാഹചര്യത്തിൽ ലോകത്തെ സമാധാനത്തിന്റെ ലോകത്തേക്ക് പരിവർത്തിപ്പിക്കുവാൻ യഥാർത്ഥത്തിൽ ഇസ്ലാമിന് മാത്രമേ കഴിയൂ. ഇത് കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ നടത്തുന്ന അവകാശവാദമല്ല, കേവലം ഒരു രാഷ്ട്രീയ നേതാവ് നടത്തുന്ന വെറും വർത്തമാനം മാത്രമല്ല. യഥാർത്ഥത്തിൽ പഠനത്തിന്റെ, ചിന്തകളുടെ, മനനത്തിന്റെ, ഗവേഷണത്തിന്റെ, പര്യവേഷണത്തിന്റെ ലോകത്ത് നിന്ന് നമ്മൾ യഥാർത്ഥത്തിൽ മതങ്ങളെ ഒരു താരതമ്യ പഠനത്തിന് വിധേയമാക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ അറിയാതെ ഹൈന്ദവരും മുസ്ലിങ്ങളും അതുപോലെ തന്നെ ക്രൈസ്തവരും എല്ലാവരും ഒരുമിച്ച് പ്രഖ്യാപിക്കും. ആ പ്രഖ്യാപനം എന്താണ്? ലോകത്ത് ഇസ്ലാമിന് മാത്രമേ സമാധാനത്തെ സൃഷ്ടിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നത്. ഇത് സുഹൃത്തുക്കളെ ഒന്ന് ആലോചിച്ച് നോക്ക്. സമാധാനത്തിന്റെ, ശാന്തിയുടെ മതമായ ഇസ്ലാമിനെ ഇന്ന് തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടുമ്പോൾ ഓരോ മുസ്ലിമിനും ബാധ്യതയുണ്ട്. എന്ത്? ഇസ്ലാം തീവ്രവാദമല്ല എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ, ഇസ്ലാം ഭീകരവാദമല്ല എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ. ഇത് വിളിച്ചു പറയേണ്ടവരാണ് ഇവിടുത്തെ AP സമസ്തക്കാര്, ഇവിടുത്തെ EK സമസ്തക്കാര്, ഇവിടുത്തെ മുജാഹിദുകള്, ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിക്കാർ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇല്ല, ലോകത്തിന്റെ ഹബീബ് പൂർത്തീകരിച്ച ഇസ്ലാം എന്ന സുന്ദരമായ മതം തീവ്രവാദത്തിന്റെ മതമല്ല, ഭീകരവാദത്തിന്റെ മതമല്ല എന്ന് ഒരുമിച്ച് നിന്ന് പ്രഖ്യാപിക്കേണ്ടവർ യഥാർത്ഥത്തിൽ ഈ പ്രോഗ്രാമിനെ മുടക്കാൻ ശ്രമിക്കുമ്പോൾ എത്രമാത്രം വലിയ മാനവികതയ്ക്ക് വിരുദ്ധമായ ഒരു കാര്യമാണ് ആ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അവർ ചിന്തിക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളിൽ നിന്ന്, സങ്കുചിതത്വമാർന്ന ചിന്തകളിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് വന്നുകൊണ്ട് സുതാര്യമായി ഈ ലോകത്തെ വായിക്കുവാൻ സാധിക്കണം. കേരളത്തിന്റെ മണ്ണിൽ മുസ്ലിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിയ എന്ന രോഗത്തെ വായിക്കുവാൻ സാധിക്കണം. അത് വായിച്ചുകൊണ്ട് ഇസ്ലാമിന് നേരെയുള്ള, മുസ്ലിങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റത്തെ ഒരുമിച്ച് ചെറുക്കേണ്ടവരാണ് നമ്മളെന്ന ബോധം വരണമെങ്കിൽ സൂഫികളായ പറ്റൂല, ഷിയാക്കളായ പറ്റൂല. ചിന്തകൾ പരിവർത്തനം സൃഷ്ടിച്ചുകൊണ്ട് അപാരമായ ദീർഘവീക്ഷണങ്ങൾ, ഫോർകാസ്റ്റിംഗ് നമ്മൾക്ക് നമ്മുടെ ചിന്തയിൽ ഉണ്ടാകണം. എല്ലാത്തിടത്തോളം കാലം പക്ഷപാതിത്വത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് യഥാർത്ഥത്തിൽ യഥാർത്ഥ പ്രബോധനത്തെ തകർത്തെറിയുവാൻ ഇരുട്ടിന്റെ ശക്തികൾ ശ്രമിക്കുമ്പോ, ഫാസിസ്റ്റുകൾ ശ്രമിക്കുമ്പോ അതിന് കൊടിപിടിച്ചുകൊണ്ട് മുന്നിൽ നടക്കാനേ യഥാർത്ഥത്തിൽ നമ്മൾക്ക് സാധിക്കുകയുള്ളൂ എന്ന് സാന്ദർഭികമായി നമ്മൾ ബോധ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇസ്ലാം തീവ്രവാദമല്ല, ഇസ്ലാം ശാന്തിയുടെ, സമാധാനത്തിന്റെ മതമാണ് എന്ന് ലോകത്ത് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ പല ആളുകളും ചോദിക്കും ഇസ്ലാമിനെ മീഡിയകളിലൂടെ മാത്രം വായിച്ചറിഞ്ഞ, ഇസ്ലാമിനെ BBC-യിലൂടെയും CNN-യിലൂടെയും അതുപോലെ തന്നെ വർഷങ്ങളോളം പഴക്കമുള്ള പത്രമാധ്യമങ്ങളിലൂടെയും മാത്രം നേരം വെളുക്കുമ്പോൾ വീട്ടിന്റെ അകത്തളത്തിലേക്ക് ഒരു ബെഡ് കോഫിയുടെ കൂടെ വരുന്ന പത്രക്കോളങ്ങളിലുള്ള വാർത്ത വായിച്ചിട്ട് ഇസ്ലാം ഭീകരവാദമാണ്, ഇസ്ലാം തീവ്രവാദമാണ് എന്ന് മനസ്സിലാക്കിയ ഹൈന്ദവ സുഹൃത്തുക്കളോടും എനിക്ക് ചിലത് പറയാനുണ്ട്. സ്നേഹത്തിന്റെ ഭാഷയിൽ, വിദ്വേഷത്തിന്റെ ഭാഷയിലല്ല, സ്നേഹത്തിന്റെ ഭാഷയിൽ. അമുസ്ലിങ്ങളെ, ഹൈന്ദവരെ, ക്രൈസ്തവരെ ഒന്ന് ആലോചിച്ചു നോക്കിയേ. എത്ര പ്രോഗ്രാമുകൾ ഈ നാട്ടിൽ നടന്നിട്ടുണ്ട്, വിവിധ മതവിഭാഗങ്ങളുടേത് അല്ലേ? ഇതേ പ്രദേശത്ത് നടന്നിട്ടുണ്ടാകാം. ആദ്യമായിട്ടാണ് എൻ്റെ ഓർമ്മയിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ, സലഫി പ്രസ്ഥാനത്തിന്റെ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നത്. ഈ ശബ്ദം ശ്രവിക്കുന്ന ഹൈന്ദവ സുഹൃത്തുക്കളോട് വിനയത്തിന്റെ ഭാഷയിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ.
ഇന്ന് വരെ ഈ പള്ളിയും ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകൾ ഇവിടെ പ്രോഗ്രാമുകൾ നടത്തിയിട്ട്, സ്വലാത്തുകൾ നടത്തിയിട്ട്, മജ്ലിസുന്നൂറുകൾ നടത്തിയിട്ട്, ഖുർആൻ ക്ലാസുകൾ നടത്തിയിട്ട്, വഅള് പരമ്പരകൾ നടത്തിയിട്ട് ഇന്ന് വരെ അമുസ്ലിങ്ങളെ, ഹൈന്ദവരെ ഞങ്ങൾ ക്ഷണിച്ചതുപോലെ ഇവിടുത്തെ ഈ കുന്നുമ്മൽ ക്ഷേത്രം ഉൾപ്പെടുന്ന ഈ പ്രദേശത്തുള്ള അമുസ്ലിങ്ങളുടെ വീട്ടിലേക്ക് കയറി ചെന്നുകൊണ്ട് ഇന്ന് വൈകിട്ടൊരു പ്രോഗ്രാം ഉണ്ട്. ദാ നമ്മൾക്കും നിങ്ങൾക്കും കേൾക്കേണ്ട മാനവികതയുടെ, മോക്ഷത്തിന്റെ, സമാധാനത്തിന്റെ ദർശനം ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അമുസ്ലിങ്ങളെ, ഗോപാലേട്ട, സുകുമാരേട്ട, ഗോപിയേട്ട, കൃഷ്ണേട്ട, ജോസഫേട്ട, നിങ്ങൾ വരണം, നിങ്ങൾ കേൾക്കണം, നിങ്ങൾ ചിന്തിക്കണം എന്താണ് ഇസ്ലാമിന് പറയാനുള്ളത് എന്ന് ഞങ്ങൾ ക്ഷണിച്ചതുപോലെ, ഇതാ ഇവിടുത്തെ സലഫി പ്രവർത്തകർ ക്ഷണിച്ചതുപോലെ ഈ ചമ്മറവട്ടം പുതുപ്പള്ളിയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് പ്രോഗ്രാമിന് ഒരു ക്ഷണം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. എന്തേ ഞങ്ങൾ ക്ഷണിക്കുന്നത്? എന്തേ ഞങ്ങൾ ക്ഷണിക്കുന്നത്? ഞങ്ങൾ പറയുന്നത് മതമാണ്, ഞങ്ങൾ പറയുന്നത് ഇസ്ലാമാണ്, തീവ്രവാദമല്ല. ഇരുട്ടിന്റെ മറവിൽ ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും മലകൾക്ക് ചുവട്ടിലിരുന്ന് ഇല്ല, ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഏതെങ്കിലും ഇരുട്ടിന്റെ മറവിൽ മെഴുകുതിരി കത്തിച്ചു വെച്ചുകൊണ്ട് രാത്രിയുടെ ഇരുണ്ട അറകളിൽ വെച്ചുകൊണ്ട് പറയാൻ ഞങ്ങൾക്കൊന്നുമില്ല. വളരെ സുതാര്യമായി നോക്കൂ, സുന്ദരമായ ലൈറ്റുകൾക്ക് നേരെ നിന്നുകൊണ്ട്, പകലിനെ പോലെ സൂര്യപ്രകാശം പോലെ തിളങ്ങുന്ന ലൈറ്റുകൾക്ക് നേരെ നിന്നുകൊണ്ട് ഈ സമുദായത്തോട് പറയാൻ എന്തൊന്നാണോ ഞങ്ങൾക്കുള്ളത് അത് തന്നെയാണ് ഞങ്ങളുടെ പള്ളികളിൽ, ഞങ്ങളുടെ മീറ്റിങ്ങുകളിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. അതല്ലാതെ മാനവികത, മനുഷ്യരെ നമ്മൾ ഒന്നാണ്, തമ്മിത്തല്ലരുത് എന്നിവിടെ പറയാ, എന്നിട്ട് പള്ളിക്കകത്ത് വെച്ചുകൊണ്ട് ഹൈന്ദവന്റെ കടുത്തെറുക്കണമെന്ന കപടതയുടെ സംസാരത്തിന് ഇസ്ലാമിന്റെ വക്താക്കളായ ഞങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് എവിടെയും ഒറ്റ വാക്ക ഞങ്ങൾക്ക് പറയാനുള്ളത്. എവിടെയും എല്ലായിടത്തും ഒറ്റ സംസാരമാണ് ഞങ്ങൾക്കുള്ളത്. ഈ സംസാരത്തെ കേൾക്കുവാനും അറിയുവാനും നിങ്ങൾ മുന്നിട്ട് വരണം, സദസ്സിലേക്ക് കയറിയിരിക്കണം. എന്നിട്ട് യഥാർത്ഥത്തിൽ എന്താണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്ന് കേൾക്കേണ്ടതുണ്ട്. കാരണം സുഹൃത്തുക്കളെ, ഒന്ന് ചിന്തിച്ചു നോക്ക്, ചരിത്രത്തെ അപഗ്രഥിച്ചു നോക്ക്. ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ പറയുമ്പോ ഇസ്ലാമിന്റെ ഈ ശാന്തമായ സ്വഭാവം കണ്ടിട്ട്, ഇസ്ലാമിന്റെ ഈ സമാധാനപൂർണമായ സ്വഭാവം കണ്ടിട്ട് ഇന്ന് ലോകത്ത് കടന്നു വന്നിട്ടുള്ള സാഹിത്യകാരന്മാർ, ബെർനാട്രോയെ പോലെയുള്ള ആളുകൾ ലോകത്ത് പ്രഖ്യാപിച്ചു, അതീവ ബുദ്ധിയുള്ള സാഹിത്യകാരൻ, അതീവ ബുദ്ധിയുള്ള എഴുത്തുകാരൻ ലോകത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിച്ചു, യെസ് ഐ നോ ഇസ്ലാം ഈസ് ദ ഫാസ്റ്റസ്റ്റ് റിലീജിയൻ ഇൻ ദ കമ്മിങ് സെഞ്ചുറി എന്ന് പ്രഖ്യാപിച്ചത് ബെർനാട്രോയാണ്. അതേപോലെ തന്നെ കറുത്ത കോട്ടിട്ട, വെളുത്ത മുഖമുള്ള, ചുവന്ന് തുടുത്ത ശരീരമുള്ള, കറുകറുത്ത ക്രൂര വിനോദമുള്ള ജോർജ് ഡബ്ല്യു ബുഷ് എന്ന അമേരിക്കയുടെ മുൻകാല പ്രസിഡന്റ് ഇറാഖിന്റെ മണ്ണിൽ പാവപ്പെട്ട മക്കൾക്ക് നേരെ ബോംബ് കൊണ്ടുപോയി തുപ്പി മുസ്ലിങ്ങളെ ചതച്ചരക്കപ്പെട്ട അതേ ജോർജ് ഡബ്ല്യു ബുഷ് ഫലസ്തീൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ട്, American can never be against Islam even if American wish. അമേരിക്ക ആഗ്രഹിക്കുകയാണെങ്കിലും അമേരിക്കക്ക് ഇസ്ലാമിനെ തകർക്കാൻ സാധ്യമല്ല. Why? അദ്ദേഹം പറഞ്ഞു, ഇസ്ലാം ഈസ് ദ ഫാസ്റ്റസ്റ്റ് റിലീജിയൻ ഇൻ ദിസ് സെഞ്ചുറി. ഇസ്ലാം മാത്രമാണ് ഇന്ന് ലോകത്തെ അതിജയിക്കാൻ, ലോകത്തെ അതിജയിക്കുന്ന അതിജയനത്തിന്റെ കഥ പറയാൻ ലോകത്ത് ഇസ്ലാമിനെ സാധിക്കുകയുള്ളൂ. അത് വർഗീയതയല്ലേ ഇസ്ലാം പറഞ്ഞത്, ശാന്തിയാണ് പഠിപ്പിച്ചത്, സമാധാനമാണ് പഠിപ്പിച്ചത്. അമേരിക്കയിൽ, പാശ്ചാത്യ ലോകത്ത് വെസ്റ്റേൺ സിവിലൈസേഷൻ ആസ് ഗോഡ് ലോർഡ്ഷിപ്പ് എന്ന് വിശേഷിക്കപ്പെട്ട പാശ്ചാത്യരുടെ മണ്ണിൽ അവിടുത്തെ യുവാക്കൾ പെണ്ണിനും മദിരാശിക്കും അതുപോലെ തന്നെ കഞ്ചാവിനും അടിമപ്പെട്ടുകൊണ്ട് ജീവിതത്തിന്റെ ലക്ഷ്യബോധം നഷ്ടപ്പെട്ട് കടലിൽ ഉടറിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകളെ, സുഹൃത്തുക്കളെ, സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് പിടിച്ചുകൊണ്ടുവരാൻ പാശ്ചാത്യ ലോകത്ത് നിന്ന്, പോപ്പ് സംഗീതജ്ഞരുടെ ലോകത്ത് നിന്ന്, സിനിമകളുടെ ലോകത്ത് നിന്ന് അമേരിക്കയിലെ യുവാക്കൾക്ക് ലക്ഷ്യബോധം കാണിച്ചു കൊടുത്തത് ഇസ്ലാം ആയിരുന്നു എന്ന് അമേരിക്കയുടെ ഇന്നത്തെ ചരിത്രം പഠിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. നമ്മൾ പറഞ്ഞു വന്നത് ഇസ്ലാം ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്നു.
സ്വതന്ത്ര ബുദ്ധിയും ചിന്തയും ഏതൊരു സമൂഹത്തിൽ ആളുകൾ ഉപയോഗിക്കുന്നുവോ അവിടെയെല്ലാം ഇസ്ലാം വളർന്നിട്ടുണ്ട്. പാശ്ചാത്യ ലോകത്ത് അവർ വിലയിരുത്തിയത് ഇന്ന് പാശ്ചാത്യ ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ക്രൈസിസുകൾ, പ്രതിസന്ധികളുണ്ട്. സാമ്പത്തിക രംഗത്ത് പലിശയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ, എക്കണോമിക്കൽ ക്രൈസിസ്, ലൈംഗിക അരാജകത്വങ്ങൾ, അവിടെ ജനിക്കുന്ന കുട്ടിയുടെ ബാപ്പയാരാണ് എന്നറിയാത്ത പ്രതിസന്ധി, അത്രത്തോളം കുത്തഴിഞ്ഞ സംസ്കാരത്തെ രക്ഷപ്പെടുത്തുവാൻ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ കഴിയൂ എന്ന് അമേരിക്കയിൽ ചിന്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കിയപ്പോൾ ഒരുപാട് ആളുകൾ, നൂറുകണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് ദിനം പ്രതി റിവേർട്ട് ചെയ്യപ്പെടുന്ന അവസ്ഥാവിശേഷം ഇന്ന് അമേരിക്കയിൽ യഥാർത്ഥത്തിൽ നിലനിൽക്കുകയാണ്. തെരുവുകളിൽ വെച്ച്, സ്ട്രീറ്റ് ദേവകളിലൂടെ ഇസ്ലാമിനെ തുറന്ന ഹൃദയത്തോടെ ഏറ്റെടുക്കുന്ന കാഴ്ചകൾ യൂട്യൂബിൽ നമ്മൾ കാണുന്നു. കാറ്റ് സ്റ്റീവൻസ് എന്ന് പറഞ്ഞ ഒരു സംഗീതജ്ഞൻ ഇന്ന് യൂസുഫുൽ എസ്റ്റേറ്റ്സ് എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് അമേരിക്കയിൽ ദഅവത്തിന് വേണ്ടി മുന്നിൽ നിന്ന ഖുർആൻ ട്രാൻസ്ലേഷന്റെ വക്താവ്. ഇവരൊക്കെ പാശ്ചാത്യ ലോകത്ത് പോപ്പ് സംഗീതജ്ഞങ്ങളുടെ ഉത്തമ കൊടുമുടിയിൽ നിന്ന് വിരാജിക്കുമ്പോഴാണ് ഇസ്ലാമിന്റെ സുന്ദരമായ പാന്താവിലേക്ക് കയറി വരുന്നത്. അങ്ങനെ ധാരാളം ആളുകൾ ഇവരെല്ലാം ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെട്ടത് ലോകത്തിന് സമാധാനം നൽകാൻ കഴിയുന്ന ദർശനം യഥാർത്ഥത്തിൽ ഇസ്ലാമാണ് എന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ്. ലോകത്ത് ധാരാളം മതങ്ങളുണ്ട്, ലോകത്ത് ധാരാളം ദർശനങ്ങളുണ്ട്. ഇതര ദർശനങ്ങളിൽ നിന്ന്, ഇതര ആദർശങ്ങളിൽ നിന്ന് എന്താണ് ഇസ്ലാമിനെ വ്യതിരിക്തമാക്കുന്നത്? നോക്കൂ സുഹൃത്തുക്കളെ, ഇസ്ലാം ലോകത്ത് നിലകൊള്ളുന്നത് പേരിൽ തന്നെ ശാന്തിയും സമാധാനവും ലോകത്ത് പ്രഖ്യാപിച്ചിട്ടാണ്. ലോകത്ത് ക്രൈസ്തവ മതമുണ്ട്. ആ ക്രൈസ്തവ മതത്തിന്റെ പ്രത്യേകത എന്താ? അന്തോക്യയിലേക്ക് മതപ്രചാരണാർത്ഥം എത്തിയ മിഷനറിമാരെ കളിയാക്കിക്കൊണ്ടാണ് ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്നത്. അതല്ലാതെ യേശു പഠിപ്പിച്ച മതത്തിന്റെ പേരല്ല ക്രിസ്ത്യാനിറ്റി. അതേപോലെ ബുദ്ധമതം 29ാമത്തെ വയസ്സിൽ 29 വയസ്സ് വരെ ദുഃഖത്തിന്റെ അടിസ്ഥാന കാരണം എന്താണ് എന്നാലോചിച്ചുകൊണ്ട് അലയുകയും 29ാമത്തെ വയസ്സിൽ ബോധിവൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്നപ്പോ ബോധോദയം ലഭിച്ചു, അങ്ങനെ ശ്രീബുദ്ധനായി എന്നും ആ ശ്രീബുദ്ധൻ ലോകത്ത് പഠിപ്പിക്കപ്പെട്ട ആദർശങ്ങളെ, സിദ്ധാന്തങ്ങളെ, ചിന്തകളെ ചരിത്രത്തിൽ ബുദ്ധമതം എന്ന് വിളിക്കപ്പെട്ടു. അതേപോലെ തന്നെ ജൈനമതം ജീനൻ എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട ആദർശമാണ്. അദ്ദേഹത്തിന്റെ നടപടിക്രമങ്ങളെയാണ് ചരിത്രത്തിൽ ജൈനമതമായി രേഖപ്പെടുത്തപ്പെട്ടത്. അതുപോലെ ആലോചിച്ചു നോക്ക്, ഹൈന്ദവ മതം സിന്ധു നദീതട തീരത്ത് താമസിച്ചിരുന്ന ആളുകളെ, പേർഷ്യക്കാരായ ആളുകൾ, അവർ സൈന്ധവർ എന്ന് വിളിക്കേണ്ടിടത്ത് സ എന്ന് പ്രൊനൗൺസ് ചെയ്യാൻ, സ എന്ന അക്ഷരം പറയാൻ അവർക്ക് കഴിയാത്തത് കൊണ്ട് സാക്ക് പകരം അവർ ഹ എന്ന അക്ഷരം ഉച്ചരിച്ചപ്പോ സൈന്ധവർ ഹൈന്ദവരായി, സിന്ധുക്കൾ ഹിന്ദുക്കളായി. ഇന്നും നോക്ക്, സ്വാമി വിവേകാനന്ദനെ പോലെയുള്ള ആളുകൾ സാഹിത്യ സർവത്തിൽ രേഖപ്പെടുത്തി വെച്ചത് യഥാർത്ഥത്തിൽ ഹിന്ദു എന്നത് ഒരു സംസ്കാരമാണ്. അതൊരു മതത്തിന്റെ പേരല്ല, അതൊരു രാജ്യത്തിന്റെ സംസ്കാരമാണ്, മതേതര സംസ്കാരമാണ്, മതനിരപേക്ഷതയുടെ സംസ്കാരമാണ്. എല്ലാ മതസ്ഥരെയും ഒരുമിച്ച് കൈനീട്ടി സ്വീകരിച്ച സിന്ധു നദീതട സംസ്കാരം ഭാരതത്തിന്റെ പാരമ്പര്യമാണ് എന്നൊക്കെ പലപ്പോഴും രേഖപ്പെടുത്താറുണ്ട്. എന്നാൽ അതേസമയം എന്താണ് ഇസ്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പ്രവാചകന്റെ പേരിൽ അറിയപ്പെടുന്ന മതമല്ല, പ്രവാചകന്റെ പേരല്ല. അതുപോലെ തന്നെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നിന്ന് ഉത്ഭവിച്ച മതമല്ല. അതേപോലെ പ്രവാചകന്റെ മക്കളുടെ പേരിൽ ഉത്ഭവിച്ച മതമല്ല. സൗദി അറേബ്യയുടെ പശ്ചാത്തലത്തിൽ ഉരുത്തിരിഞ്ഞ ഒരു മതസംഹിതയല്ല, മറിച്ച് എന്താണ് ഇസ്ലാം? സിൽം, സമാധാനം എന്ന അടിസ്ഥാന പദത്തിൽ നിന്ന്, റൂട്ട് വേർഡിൽ നിന്ന്
ഉരുത്തിരിഞ്ഞു വന്ന പദമാണ് ഇസ്ലാം. ചുരുക്കത്തിൽ സുഹൃത്തുക്കളെ, എന്താണ് ഇസ്ലാം എന്ന് ചോദിച്ചാൽ, വാട്ട് ഈസ് ഇസ്ലാം എന്ന് ചോദിച്ചാൽ, ഏകനും സംരക്ഷകനുമായ ലോകത്തിന്റെ സട്ടാവിനെ സ്വന്തത്തെ സമർപ്പിക്കുക വഴി ഒരു മനുഷ്യന് കരഗതമാകുന്ന ശാന്തിയും സമാധാനവുമാണ് ഇസ്ലാം. വളരെ സിമ്പിൾ. ആരാണ് മുസ്ലിം? ആരാണ് മുസ്ലിം എന്ന് ചോദിച്ചാൽ, ഏകനായ സട്ടാവിന് സ്വന്തത്തെ സമർപ്പിക്കുന്നവനാരോ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നന്മ തിന്മകൾ തിരഞ്ഞെടുക്കുമ്പോ, ധർമ്മങ്ങൾ തിരഞ്ഞെടുക്കുമ്പോ, എല്ലാ മേഖലകളിലും രഹസ്യ പരസ്യം തിരഞ്ഞെടുക്കുമ്പോ, അവിടെയൊക്കെ ദൈവത്തിന്റെ മാർഗനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിതത്തിൽ സമാധാനത്തെ കൈവരിക്കുന്നവരാരോ ഹീസ് മുസ്ലിം, അവരാണ് മുസ്ലിം. അതുകൊണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ മതമാണ്, സമാധാനത്തിന്റെ ആദർശമാണ്. തീവ്രവാദത്തിന്റെ മതമല്ല, ഭീകരവാദത്തിന്റെ മതമല്ല. ഇന്ന് ഇസ്ലാം എന്ന് കേൾക്കുമ്പോ താടി വച്ച ഒരു കൂട്ടം ഭീകരവാദികളുടെ മുഖത്തെ നമ്മുടെ മുന്നിലേക്ക് പ്രതിഷ്ഠിക്കപ്പെടുമ്പോ, അതുപോലെ തന്നെ താടി ഭീകരതയുടെ ചിഹ്നമായി മനസ്സിൽ നമ്മൾ കാണുമ്പോ, സുഹൃത്തുക്കളെ, ഇസ്ലാം എത്രത്തോളം സമാധാനമാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു സംഭവം കൂടി ധരിക്കട്ടെ. പല മതങ്ങൾക്കും അഭിവാദ്യങ്ങളുണ്ട്. ഹൈന്ദവ മതത്തിലെ ആളുകൾ പരസ്പരം കണ്ടുമുട്ടുമ്പോ നമസ്കാരം എന്ന് പറയാറുണ്ട്, വന്ദനം എന്ന് പറയാറുണ്ട്. അതേപോലെ ക്രൈസ്തവര് പരസ്പരം കണ്ടുമുട്ടുമ്പോ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയാറുണ്ട്. സുഹൃത്തുക്കളെ, ഇസ്ലാമിലെ മുസ്ലിമീങ്ങളായ ആളുകൾ ആര് കണ്ടാലും, ഒരു സുന്നി മുജാഹിദിനെ കണ്ടാലും, മുജാഹിദ് സുന്നിയെ കണ്ടാലും, APK കണ്ടാലും, മുസ്ലിങ്ങൾ പരസ്പരം കാണുമ്പോ പ്രപഞ്ചത്തിന്റെ സട്ടാവ് പഠിപ്പിച്ചു തന്ന ഒരു ആദർശമുണ്ട്, ഒരു പരസ്പരമുള്ള ഒരു ഇടപെടലുകളുണ്ട്, പരസ്പരമുള്ള ഒരു അഭിവാദ്യമുണ്ട്. അതെന്താണെന്നറിയോ? അമുസ്ലിങ്ങളെ നിങ്ങൾ കേൾക്കണം, ഹൈന്ദവരെ നിങ്ങൾ കേൾക്കണം. മുസ്ലിങ്ങൾ പരസ്പരം പറയുന്നത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന. എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? മുസ്ലിങ്ങളെ നിങ്ങൾ കേൾക്ക്, നിങ്ങളൊന്ന് കേൾക്കണം. എന്താണെന്നറിയോ? ദൈവത്തിന്റെ, നോക്ക്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ ഈശ്വരന്റെ അടുത്തു നിന്നുള്ള ശാന്തിയും സമാധാനവും നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. തിരിച്ച് ഈ സലാം മടക്കുന്ന ആളും പറയും, നിനക്കും ഉണ്ടായിരിക്കട്ടെ. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞില്ല സുഹൃത്തുക്കളെ, ഏതൊരു മതത്തിന്റെ അടിസ്ഥാനത്തിലും ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. ആ ആചാരത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ ആചാരമാണ് നമസ്കാരം എന്നത്. കർമ്മമാണ്, അനുഷ്ഠാനമാണ് നമസ്കാരം എന്നത്. ആ നമസ്കാരത്തിന് ബാങ്ക് വിളിക്കുമ്പോ ഹൈന്ദവർ ഒരുപക്ഷെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം. വായിക്കാത്തവർ അല്ലെങ്കിൽ ചരിത്രബോധമില്ലാത്തവർ, മതങ്ങളെ തമ്മിൽ ഒന്ന് കൂട്ടിയിണക്കി വായിക്കാൻ ശ്രമിക്കാത്തവർ ഒരുപക്ഷെ അല്ലാഹു അക്ബർ എന്ന് കേൾക്കുമ്പോ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കേൾക്കുമ്പോ, അതേ ബലിപെരുന്നാളിന്റെ അന്ന് മുസ്ലിങ്ങള് കണ്ണിനറുക്കുമ്പോ, ഉരുവിനറുക്കുമ്പോ പറയുന്ന ആ വാക്കാണല്ലോ പള്ളി മിനാരങ്ങളിൽ നിന്ന് കേൾക്കുന്നത്. അതേ അമുസ്ലിങ്ങളെ കൊല്ലാനും അവരെ കടുത്തെറുക്കാനുമുള്ള ആഹ്വാനമായി ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അബദ്ധം പറ്റി, നിങ്ങൾക്ക് തെറ്റിദ്ധാരണ പറ്റി. ആ വിളി എന്താണെന്നറിയോ? അല്ലാഹു അക്ബർ. ഈ പ്രപഞ്ചത്തിന്റെ സത്താവ്, ആ നാഥൻ ഏറ്റവും വലിയവനാണ്. എന്നിട്ട് ദൈവത്തെ വാഴ്ത്തി പ്രവാചകനെ കുറിച്ച് പറഞ്ഞ് നമസ്കാരത്തിലേക്ക് ഹയ്യാലസ്വലാ എന്ന് വിളിക്കപ്പെട്ടുകൊണ്ട് ആ നമസ്കാരത്തിന് വേണ്ടി ഒരുമിച്ച് മുസ്ലിങ്ങൾ നിൽക്കുമ്പോ, നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുമ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് വലതുഭാഗത്തേക്ക് ഇടതുഭാഗത്തേക്കും സലാം വീട്ടിക്കൊണ്ട് നമസ്കാരത്തിൽ നിന്ന് പിരിയണം. കഴിഞ്ഞില്ല. ആ നമസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞുകൊണ്ട് ഏതൊരു സത്യവിശ്വാസിയും അവന്റെ അടിത്തട്ടിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാരക്ത യാദൽ ജലാലി വൽ ഇക്റാം. സട്ടാവായ നാഥ, ഈശ്വര, ഹിരണ്യഗർഭ, ഇതാ നിന്നിൽ നിന്നാണ് സമാധാനം, നിന്നിലേക്കാണ് സമാധാനം, നീയാണ് സമാധാനം, നീയാണ് ശാന്തി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പള്ളിയിൽ നിന്ന് ഒരു മനുഷ്യൻ നമസ്കാരത്തിന് ശേഷം പിരിയേണ്ടത് എന്ന് ലോകത്തിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, ഈ നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചുകൊണ്ട് ഏതൊരു മുസ്ലിമിനാണ് പള്ളിക്കകത്ത് കൂടിയിരുന്ന് അമുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടി മീറ്റിംഗ് കൂടാൻ സാധിക്കുക? അല്ലാഹുവേ, സമാധാനം നിന്നിൽ നിന്നാണ്, ശാന്തി നീയാണ്, സമാധാനം നീയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമസ്കാരത്തിന് ശേഷം പിരിഞ്ഞു വരുന്നൊരു മുസൽമാന്
വഴിവക്കിലുള്ള കടയോരത്തുള്ള വീട്ടിനകത്തുറങ്ങിക്കിടക്കുന്ന ഒരു RSSകാരനെ, ഒരു BJP പ്രവർത്തകനെ, ഒരു മുസൽമാനെ, ഒരു സുന്നിയെ, ഒരു മുജാഹിദുകാരനെ കൊല്ലാൻ എങ്ങനെ സാധിക്കുക കൂട്ടരെ? സമാധാനത്തിന് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, എന്നിട്ട് സമൂഹത്തിൽ ഇറങ്ങി അസമാധാനത്തിന്റെ വിത്ത് പാകുക. അത് പടച്ചോൻ സമ്മതിക്കുന്ന കാര്യ. അത് ചെയ്യും എന്ന് മുസ്ലിങ്ങള് അങ്ങനെ ചെയ്യുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല. ഇസ്ലാമിനെ നെഞ്ചകത്ത് സൂക്ഷിച്ച് അവന്റെ ജീവന്റെ ജീവനായി സൂക്ഷിക്കുന്ന ഒരു മുസൽമാനും ഇല്ല. സാധ്യല്ല ഈ തീവ്രവാദത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്താൻ എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, ഇങ്ങനെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മുസ്ലിം എങ്ങനെയാ ഭീകരവാദിയാകുക? ഒരു മുസ്ലിം എങ്ങനെയാ തീവ്രവാദിയാകുക? ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ലോകത്തുള്ള സകല മനുഷ്യരെയും ക്ഷണിക്കുന്നത് സമാധാനത്തിന്റെ, മോക്ഷത്തിന്റെ ഭവനത്തിലേക്കാണ്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം വയഹ്ദി. നോക്ക്, ലോകത്തിന്റെ സൃഷ്ടാവ് യഥാർത്ഥത്തിൽ ലോകത്തെ ക്ഷണിക്കുന്നത്, ഹൈന്ദവരെ ക്ഷണിക്കുന്നത്, ക്രൈസ്തവരെ ക്ഷണിക്കുന്നത്, മുസ്ലിങ്ങളെ ക്ഷണിക്കുന്നത്, ജമാഅത്ത് ഇസ്ലാമിക്കാരെ ക്ഷണിക്കുന്നത്, കമ്മ്യൂണിസ്റ്റുകാരെ ക്ഷണിക്കുന്നത്, കോൺഗ്രസുകാരെ ക്ഷണിക്കുന്നത് വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ്. ആ സമാധാനത്തിന്റെ ഭവനം ഏതാണ് പ്രിയപ്പെട്ടവരെ? അത് സ്വർഗമാണ്. അത് മുസ്ലിങ്ങളുടെ മാത്രം സിദ്ധാന്തമല്ല. ഈ സ്വർഗം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ. ആ സ്വർഗത്തെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ സാഹചര്യം ലഭിച്ചവരാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ. മരണത്തിന് ശേഷം സുഹൃത്തുക്കളെ ഒരു സ്വർഗമുണ്ട്, ഒരു നരകമുണ്ട്. ഇവിടെയാണ് ഈ പ്രോഗ്രാമിന്റെ പ്രസക്തി ശ്രദ്ധേയമാകുന്നത്. എന്തുകൊണ്ട് പ്രോഗ്രാം സംഘടിപ്പിച്ചു? ഈ ശബ്ദം കേൾക്കുന്നവരിൽ ദൈവം എന്തെന്നറിയാത്ത, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടോ എന്നറിയാത്ത, ജീവിതത്തിൽ ലക്ഷ്യബോധം നഷ്ടപ്പെട്ടുകൊണ്ട് ഉടറിക്കൊണ്ടിരിക്കുന്ന യുവാക്കളെ, ഇതല്ല ജീവിതം. മദ്യത്തിന്റെ, മദിരാശിയുടെ, പെണ്ണിന്റെ, കഞ്ചാവിന്റെ, മെത്തഡോന്റെ, അതുപോലെ തന്നെ മാരിജുവാനയുടെ, ഹശീഷിന്റെ, ബ്രൗൺ ഷുഗറിന്റെ ലോകത്ത് ജീവിതത്തെ ഹോമിച്ചുകൊണ്ട് അടുക്കുചാലിൽ മുഖം കുത്തി വീണ് ജീവിതത്തിന്റെ ലക്ഷ്യബോധം നഷ്ടപ്പെട്ട ചമ്പ്രവട്ടത്തുള്ള, പുതുപ്പള്ളിയിലുള്ള, പുറത്തൂരിലുള്ള, മലപ്പുറം ജില്ലയിലുള്ള, കേരളത്തിന്റെ മണ്ണിലുള്ള യുവാക്കളെ, ഇതല്ല ജീവിതം. മരണത്തിന് ശേഷം ഒരു ജീവിതം വരാനുണ്ട്. മരണത്തിന് ശേഷം ഒരു ജീവിതം വരാനുണ്ട്. അവിടെ ഒരു സ്വർഗീയമായ ഭവനമുണ്ട്. ആ സ്വർഗീയ ഭവനത്തിൽ എന്റെ അയൽവാസി രവിയേട്ടൻ ഉണ്ടാവണം, എന്റെ അയൽവാസി ഗോപിയേട്ടൻ ഉണ്ടാകണം. അത് ഞാൻ ആഗ്രഹിച്ചു പോയത് തെറ്റാണോ? എന്റെ ബാലേട്ടന്റെ വീട്ടിൽ അർദ്ധരാത്രി പിന്നിട്ടപ്പോ ഗ്യാസ് പൊട്ടിത്തെറിച്ചുകൊണ്ട് ജനൽപാളികൾക്കുള്ളിലൂടെ നോക്ക് അഗ്നി പടരുന്ന കാഴ്ച കാണുമ്പോ സഹിക്കാൻ കഴിയാതെ ഓടിച്ചെന്നുകൊണ്ട് ആ അഗ്നിയെ കെടുത്താൻ ശ്രമിക്കുന്നവരാണ് ഞാനെങ്കിൽ പ്രിയപ്പെട്ട എന്റെ മുസ്ലിം സുഹൃത്തുക്കളെ, എന്തിനാ പ്രോഗ്രാം എന്നറിയോ? മരണത്തിന് ശേഷം ദൈവത്തെ മനസ്സിലാക്കാതെ, ദൈവം പഠിപ്പിച്ച മതം മനസ്സിലാക്കാതെ നമ്മൾ മരിച്ചാൽ മരണത്തിന് ശേഷം ഒരു ലോകമുണ്ട് സുഹൃത്തുക്കളെ. അവിടെ രക്ഷപ്പെടണ്ടേ? അവിടെ നരകമുണ്ട്. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. 23-ാമത്തെ അധ്യായം 115-ാമത്തെ വചനം. അല്ലാഹു നിങ്ങൾ വെറുതെ വിടുമെന്ന് വിചാരിച്ചു? മരണത്തിന് ശേഷം നിങ്ങളെ സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് തീരുമാനിക്കാതെ ഈ ജീവിതം വ്യർത്ഥമാണ് എന്ന് കരുതിയോ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കും. മരണത്തിന്റെ ശേഷം ഒരു ലോകം വരാനുണ്ട്, പരലോകം. അവിടെയാണ് സ്വർഗീയമായ ഭവനം. ആ സ്വർഗീയ ഭവനത്തിൽ എല്ലാവരും വേണം. ഇതെല്ലാം മതങ്ങളും പഠിപ്പിച്ചതാണ്. മരണത്തെക്കുറിച്ച് ശ്രീമദ് ഭഗവത്ഗീത ചർച്ച ചെയ്തതാണ്. ഹൈന്ദവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. മരണത്തെ അഭിമുഖീകരിക്കുന്നവർ ധൈര്യവാന്മാരാണ്. ആര്? ദൈവം പഠിപ്പിച്ചതിനനുസരിച്ച് ധർമ്മം ചെയ്തവന് മരണത്തെ അഭിമുഖീകരിക്കുന്നതിൽ പേടിയില്ല എന്ന് ശ്രീമദ് ഭഗവത്ഗീത. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാര യൗവനം ജരാതദാ ദേഹാന്തര പ്രാപ്തി. നോക്ക്, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നതുപോലെ മരണം നമ്മളിലേക്ക് കടന്നു വരാനുണ്ട്. ആ മരണത്തിന് ശേഷം ഒരു ലോകം വരാനുണ്ട്. അതും ശ്രീമദ് ഭഗവത്ഗീതയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. 2-ാമത്തെ അധ്യായം 37-ാമത്തെ വചനം. ഏതാ വചനം? ഏതാ വചനം? ഹതോവ പ്രാപ്സ്യസി സ്വർഗം ജിതോവ പോക്ഷ്യസ്യ മഹി
തസ്മാതുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. അർജുന, ഈ യുദ്ധത്തിൽ മരിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട്. അർജുന, ശ്രീകൃഷ്ണൻ പറയാ, ഈ യുദ്ധത്തിൽ മരിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട്. ആ സ്വർഗത്തിന്റെ ലോകത്തേക്ക് എത്തണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പുനർജന്മമല്ല, പട്ടിയായി, ചണ്ടാലനായി, നായായി അല്ല. തദ്യഹരമണീയ ചരണ അഭ്യാസഹയതേ അപധേരം ബ്രാഹ്മണയോനി വക്ഷത്രിയയോനി എന്ന് പഠിപ്പിക്കപ്പെട്ടത് ദൈവത്തിന്റെ വേദഗ്രന്ഥമല്ല, അത് മനുഷ്യന്റെ കൈകടത്തലുകൾ സംഭവിച്ച ബ്രാഹ്മണന്റെ വേദഗ്രന്ഥമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സ്വർഗമാർക്കാണ് കൂട്ടരെ? ഒരു മുസ്ലിമിന്റെ ആത്യന്തികമായ ലക്ഷ്യം സ്വർഗമാണ്. ആ സ്വർഗമാർക്ക് തിൽക ദാറുൽ ആഖിറതു നജ്അലുകാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. സ്വർഗമാർക്ക് ഭൂമിയിൽ കലാപങ്ങൾ ഉണ്ടാക്കുന്നവർക്കല്ല, ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവർക്കല്ല, ഭൂമിയിൽ മതങ്ങളെ പരസ്പരം തമ്മിൽ കലഹിപ്പിക്കുന്നവർക്കല്ല, മതത്തിന്റെ പേരിൽ ഇരുട്ടിൽ വാള് കയ്യിൽ കൊടുത്തുകൊണ്ട് ഹൈന്ദവന്റെ വയറ്റത്തേക്ക്, ക്രൈസ്തവന്റെ വയറ്റത്തേക്ക്, മുസൽമാന്റെ വയറ്റത്തേക്ക് പിച്ചാത്തി കയറ്റി ഇറക്കിക്കൊണ്ട് ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന സമാധാനത്തിന്റെ സന്തുലിതാവസ്ഥ തകർത്തെറിയപ്പെടുന്നവൻ അല്ല സ്വർഗം. മറിച്ചോ, ഏത് മതമാ പ്രിയപ്പെട്ടവരെ സമാധാനത്തെ തകർത്തെറിയാൻ പഠിപ്പിക്കപ്പെട്ടത്? ഇല്ല. സമാധാനത്തെ സ്ഥാപിക്കുവാൻ, നീതിയെ സ്ഥാപിക്കുവാൻ, ശാന്തിയെ സ്ഥാപിക്കുവാൻ, കാരുണ്യത്തെ സ്ഥാപിക്കുവാൻ ലോകത്ത് പഠിപ്പിക്കപ്പെട്ട ലോകത്തിന്റെ ദർശനമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ന് ഇസ്ലാം തീവ്രവാദമാണ്, മുസ്ലിം ഭീകരവാദിയാണ്, ഇങ്ങനെ പറഞ്ഞ് പ്രവർത്തിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ ഇസ്ലാം എന്നത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും മതമാണ്. ആ സമാധാനത്തെ ലോകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് സമാധാനം നഷ്ടപ്പെട്ട യുവാക്കൾ മദ്യത്തിന്റെ ലോകത്തേക്ക് പോകുമ്പോ അവിടെ ഇസ്ലാം അവരെ സമാധാനത്തിന്റെ ലോകത്തേക്ക് നയിച്ചു. ആത്മഹത്യയുടെ ലോകമാണ് സമാധാനത്തിന്റെ മാർഗമെന്ന് യുവാക്കൾ തെറ്റിദ്ധരിച്ചപ്പോ, ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചപ്പോ അവിടെ ഇസ്ലാം ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, അല്ല, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിന്റെ മാർഗനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പകർത്തുക വഴിയാണ് യഥാർത്ഥത്തിൽ ശാന്തിയുണ്ടാകുക, യഥാർത്ഥത്തിൽ സമാധാനമുണ്ടാകുക എന്ന് ഖുർആൻ ഇടപെട്ടു. ഇങ്ങനെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാര മുസ്ലിങ്ങൾ പറയുന്ന അല്ലാഹുവാര, അത് മുസ്ലിങ്ങളുടെ മാത്രം ദൈവമല്ല, അതുപോലെ തന്നെ ഇവിടുത്തെ അറബികളുടെ മാത്രം ദൈവമല്ല, അവൻ സമാധാനത്തിന്റെ ഓണറാണ്. സമാധാനത്തെ ലോകത്തിലേക്ക് സമ്മാനിച്ചവനാണ്. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ഇല്ലാഹുൽ മലിക്കുൽ ഖുദ്ദൂസിസ് സലാം. നോക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ മലിക്കുൽ ഖുദ്ദൂസ്, മലിക്കുൽ ഖുദ്ദൂസ് ആണ്. അതുപോലെ തന്നെ വസ്സലാം, അതുപോലെ തന്നെ സമാധാനത്തിന്റെ ലോകത്തിലേക്ക് സമാധാനത്തെ നൽകിയ സമാധാനത്തിന്റെ ഉടമയാണ്. ആ സമാധാനത്തിന്റെ ഉടമയായ ലോകത്തിന്റെ സത്താവ് ലോകത്തിലേക്ക് അവതരിപ്പിച്ച സമാധാനത്തിന്റെ പ്രവാചകങ്ങളിലൂടെ ലോകത്ത് പഠിപ്പിക്കപ്പെട്ട സമാധാനത്തിന്റെ വേദഗ്രന്ഥമായ ഖുർആനിലൂടെ ലോകം പഠിക്കേണ്ട ഇസ്ലാം തീവ്രവാദത്തിന്റെ, ഭീകരവാദത്തിന്റെ മതമല്ല എന്ന് ലോകത്ത് പ്രഖ്യാപിക്കേണ്ട കാലഘട്ടമാണ്. എങ്ങനെയാ സമാധാനം ലഭിക്കുക? ദൈവത്തെ കുറിച്ച് പഠിക്കുമ്പോ ആ ദൈവമാരാ? ഹുവല്ലാഹു അഹദ്, അല്ലാഹു സ്വമദ്, ലം യലിദ് വലം യൂലദ്. ആ ദൈവം ഏകനാണ്, ആ ദൈവം ജനിച്ചിട്ടില്ല, ആ ദൈവം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു ജനിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടില്ല. ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന് തുല്യനായി ആരുമില്ല. ശേതരോപനിഷത്തിന്റെ 6-ാമത്തെ അധ്യായം 7-ാമത്തെ ശ്ലോകം. നതസ്യ കശ്ചിത് പതിരസ്തി ലോകേ നചേഷിത നൈവ ച തസ്യ ലിംഗം ന കാരണം കരണാധിപാദിപോ ന ചാസ്യ ജനിധാന ജാതിപാ. ആ ദൈവം, അതിന്റെ അർത്ഥം എന്താ അറിയോ? ആ ദൈവം, ഏകനായ ദൈവം ജനിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടില്ല. ആ ദൈവത്തിന് തുല്യനായിക്കൊണ്ട് മറ്റാരുമില്ല. അതുകൊണ്ട് ഇസ്ലാം ലോകത്തോട് പറയുന്നത്, മനുഷ്യരെ, യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും. നമ്മൾക്കെല്ലാവർക്കും മുസ്ലിമിന്റെ ദൈവത്തെയല്ല, അതുപോലെ തന്നെ അറബിയുടെ ദൈവത്തല്ല, ഹൈന്ദവരെ, ക്രൈസ്തവരെ,
അതുപോലെ തന്നെ ജൂതന്മാരെ, ലോകത്തുള്ള സകല മനുഷ്യരെയും വിളിച്ചിട്ട് പറയാ, സമാധാനത്തിന്റെ ദാതാവായ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ മനുഷ്യരെ നമ്മൾക്ക് ഒരുമിച്ച് ആരാധിച്ച് ഐക്യപ്പെട്ടുകൂടെ എന്നതാണ് ഇസ്ലാം ലോകത്തോട് പഠിപ്പിക്കപ്പെടുന്നത്. ഈ ലോകത്തിന്റെ മതം, ലോകത്തിന്റെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുസൽമാന്റെ മതമല്ല, എല്ലാവരുടെയും മതമാണ്. ഈ മതം എല്ലാ മേഖലയിലും ഇടപെട്ടു. ഒരു മനുഷ്യന്റെ സാമ്പത്തിക, ദാമ്പത്യ, വൈയക്തിക, വൈദേശിക, രാഷ്ട്രീയ, രാഷ്ട്രാന്തരിക, കച്ചവട ഏത് മേഖലയിലും ഇസ്ലാം ഇടപെട്ടു. മനുഷ്യന്റെ ഒരു മേഖലയിലും ഇസ്ലാം ഇടാതിരുന്നിട്ടില്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ എല്ലാ രംഗത്തും മാനവിക സൗഹാർദ്ദത്തിൽ, അയൽപക്കവുമായുള്ള ബന്ധത്തിൽ അയൽവാസി പട്ടിണി കിടക്കുമ്പോ അവന്റെ മതം നോക്കണ്ട. അവൻ ഹിന്ദുവാകട്ടെ, മുസൽമാനാകട്ടെ, ജൂതനാകട്ടെ, അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ച് കടിക്കുന്നവൻ മുസൽമാനല്ല എന്ന് പ്രഖ്യാപിച്ചവൻ, നമ്മിൽപ്പെട്ടവനല്ല എന്ന് പ്രഖ്യാപിച്ച മതത്തിന്റെ വക്താക്കളെ, അയൽവാസികളെ പരിഗണിക്കേണ്ടതുണ്ട്. ആരിൽപ്പെട്ടവനായാലും, ഹിന്ദുവായാലും അയൽവാസിയെ ചതിക്കരുത്, അയൽവാസിയെ വഞ്ചിക്കരുത്, അയൽവാസിയെ വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കരുത്. അയൽവാസി ഹിന്ദുവാണെന്നതിന്റെ പേരിൽ അവനെ വെറുക്കരുത് എന്ന് ലോകത്തെ പഠിപ്പിച്ച ദാർശനികമായ സിദ്ധാന്തമാണ്, ലോകത്തിന്റെ മതമാണ് ഇസ്ലാം എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ലോകത്ത് തീവ്രവാദമുണ്ട്, അത് സത്യമാണ്. എന്തുകൊണ്ട് ലോകത്തെ സുഹൃത്തുക്കളെ, മനുഷ്യന് നീതി നിഷേധിക്കപ്പെടുമ്പോ അവിടെ ഒരു കൂട്ടം തീവ്രവാദികൾ ഉടലെടുക്കുന്നു എന്ന് ഇന്നത്തെ ലോകത്തിലെ നയതന്ത്രജ്ഞന്മാര് വിലയിരുത്തപ്പെടുമ്പോ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് മുസ്ലിങ്ങൾ മടങ്ങേണ്ടതുണ്ട്. മക്കയിലെ ജീവിതം, പ്രവാചകന്റെ നേരെ പീഡനങ്ങൾ ഉണ്ടായി. യാസിർ റളിയല്ലാഹു അൻഹുവിനെ, അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ അതിക്രൂരമായി കൊന്നു. പക്ഷേ ആ സമയത്തും ലോകത്തിന്റെ പ്രവാചകൻ ആയുധമെടുക്കാൻ പറഞ്ഞില്ല. ആ സമയത്തും ലോകത്തിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് നേരെ ബോംബ് സ്ഫോടനം നടത്താൻ പറഞ്ഞില്ല. ഇന്ത്യ എന്ന അതീവ സുന്ദരമായ രാജ്യത്ത് മതപ്രബോധനത്തിന് സ്വാതന്ത്ര്യം നൽകുന്ന, സാഹോദര്യത്തിന്റെ, മതനിരപേക്ഷതയുടെ, ജനാധിപത്യത്തിന്റെ ഈ മണ്ണിൽ ഈ ബഹുസ്വരതകൾ ഉള്ളിൽ നിന്നുകൊണ്ട് ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മതത്തെ ബുദ്ധിപരമായി, ക്രിയാത്മകമായി പ്രബോധനം ചെയ്യേണ്ട മുസ്ലിങ്ങൾ ഒരിക്കലും വൈകാരികമായി ആയുധമെടുക്കരുത്. ഇവിടുത്തെ ഹൈന്ദവർ, ഇവിടുത്തെ മുസ്ലിങ്ങൾ, ഇവിടുത്തെ ക്രൈസ്തവർ ഒരുമിച്ച് ആലോചിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. സാമ്രാജ്യത്തിന്റെ അജണ്ടയായിരുന്നു ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക. വാസ്കോ ഡ ഗാമ അങ്ങ് പോർച്ചുഗീസിൽ നിന്ന് കോഴിക്കോട് കടപ്പുറത്തേക്ക്, കാപ്പാട്ടേക്ക് സാമ്രാജ്യത്വത്തിന്റെ ദുരമൂത്തുകൊണ്ട് കപ്പലോടിച്ച് വന്നപ്പോ അന്ന് ഒരു നൂറ്റാണ്ട് കാലത്തോളം കുഞ്ഞാലി മരക്കാന്മാരുടെ നേതൃത്വത്തിൽ ഹിന്ദുവായ സാമൂതിരി രാജാവിന് സംരക്ഷണം നൽകാൻ അറബിക്കടലിൽ രക്തം ചിന്തിയവരാണ് ഇവിടുത്തെ മാപ്പിളമാര്. ഇവിടുത്തെ മാപ്പിളമാരുടെ രാഷ്ട്രസ്നേഹത്തെ ചോദ്യം ചെയ്യുന്നവരെ 1921 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയുടെ മണ്ണിലേക്ക് കയറി വന്നപ്പോ, മലപ്പുറത്തേക്ക് കയറി വന്നപ്പോ, മലബാറിന്റെ മണ്ണിലേക്ക് കയറി വന്നപ്പോ അവരെ തടയിട്ടതിന്റെ പേരിൽ, അവരെ പ്രതിരോധിച്ചതിന്റെ പേരിൽ അവർക്ക് നേരെ ആയുധം കയ്യിലേന്തി, കല്ലുകൾ കയ്യിലേന്തി, ബീരങ്കികൾക്ക് നേരെ, AK-47 നേരെ വിരിമാറ് കാണിച്ച് സധൈര്യം ഇവിടുത്തെ ഹിന്ദു മുസൽമാനും അവർക്ക് നേരെ പോരാടിയതിന്റെ പേരിൽ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് നഷ്ടങ്ങൾ ഏറെയാ. ഈ രാജ്യത്തെ രക്ഷിച്ചതിന്റെ പേരിൽ 1921 ശേഷം ഉണ്ടായ വാഗൺ ട്രാജഡി, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 6 മാസ കാലഘട്ടം ബ്രിട്ടീഷുകാരെ ഫറൂഖ് പാലത്തിന്റെ അപ്പുറത്തേക്ക് കടത്തിയിട്ടില്ല. മലബാറിന്റെ മണ്ണിലെ മാപ്പിളമാര് ചവിട്ടാൻ സമ്മതിച്ചില്ല. 6 മാസക്കാലം വാര്യംകുന്നത്ത് കുഞ്ഞാമാജിയുടെ നേതൃത്വത്തിൽ, മമ്പുറം തങ്ങളുടെ നേതൃത്വത്തിൽ കോട്ടകൾ തീർത്തുകൊണ്ട് ഇനി വട്ടാളക്കാർക്ക് ഫറൂഖ് പാലത്തിന്റെ അപ്പുറത്തേക്ക് കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച മുസ്ലിം മാപ്പിളമാരാ നമ്മള്. ഭീകരവാദികളല്ല, തീവ്രവാദികളല്ല. ഈ രാജ്യത്തിന് വേണ്ടി രക്തം നൽകിയവർ, ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകിയവർ. 6 മാസക്കാലം തടഞ്ഞു നിർത്തി ബ്രിട്ടീഷുകാരെ. 6 മാസം കഴിഞ്ഞപ്പോ പ്രതികാരത്തിന്റെ പ്രഭാകം തീർത്തുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് വരെ, തിരൂരിന്റെ മണ്ണിലേക്ക് വരെ
ബ്രിട്ടീഷുകാരൻ വെള്ളപ്പട്ടാളം കയറി വന്നുകൊണ്ട് ഓരോ മുസ്ലിമിന്റെ വീട്ടിലും കയറി ചെന്നുകൊണ്ട് നമ്മുടെ ഉമ്മ പെങ്ങന്മാരെ പരസ്യമായി ബലാത്സംഗം ചെയ്ത ചരിത്രം ഇന്ത്യക്ക് വേണ്ടിയായിരുന്നു, രാജ്യത്തിന് വേണ്ടിയായിരുന്നു, ഇസ്ലാമിൻ വർഗീയ കലാപങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല. അതുകൊണ്ട് ഇവിടത്തെ മുസ്ലിങ്ങളുടെ രാഷ്ട്രസ്നേഹം ചോദ്യം ചെയ്യുന്നവർ ആരാണ്? മുസ്ലിങ്ങൾ. ഈ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു മുസ്ലിങ്ങൾ എന്ന് പറയുന്നവർ, അനങ്ങിയാൽ പാകിസ്ഥാനിലേക്ക് പോയിക്കോ എന്ന് പറയുന്നവർ, അവരാലോചിക്കട്ടെ. ആ പറയുന്ന ആളുകൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്ത് ചെയ്തു? മൂന്ന് പാർട്ടിക്കാരാ ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ സ്നേഹം പറഞ്ഞുകൊണ്ട് വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്നത്. ഒന്ന്, ഫാസിസ്റ്റുകളാണ്. രണ്ട്, ഫാസിസ്റ്റുകളിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേര് പറയാൻ കഴിയൂ? ഇല്ല. രണ്ട്, സൂഫികളാണ്. മൂന്നാമത്തേത് മതരാഷ്ട്രവാദം മുന്നോട്ട് വച്ച മൗദൂദിസ്റ്റുകൾ. ഈ മൂന്ന് കൂട്ടരാളുകൾക്ക് ഇന്ന് രാജ്യത്തിന്റെ സ്നേഹമുള്ളത്. ഇന്ന് രാജ്യത്തിന് വേണ്ടി പോരാടി ജീവൻ സമർപ്പിച്ച ഇവിടുത്തെ വഹാബികൾക്ക്, മുജാഹിദുകൾക്ക് രാജ്യത്തെ സ്നേഹമില്ലാൻ ചരിത്രത്തെ വസ്തുനിഷ്ഠപരമായി പാർട്ടി ഓഫീസുകളിലെ ലൈബ്രറിയുടെ പുസ്തകങ്ങളിൽ നിന്നല്ല, ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട നിഷ്പക്ഷമായ വരികളിൽ നിന്ന് ചരിത്രത്തെ വായിക്കാൻ തയ്യാറുണ്ടോ? ആ ചരിത്രത്തെ കേൾക്കാൻ തയ്യാറുണ്ടോ? അവരവന്റെ പാർട്ടികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അവർ നൽകുന്ന പുസ്തകം വായിച്ചുകൊണ്ട് ലോകത്തെ മറ്റുള്ളവരാൽ എല്ലാവരും നോക്ക് വിഘടനവാദികളാണ് എന്ന് ചിത്രീകരിക്കുന്നവരെ ചരിത്രത്തിന്റെ പാഠപുസ്തകത്തിൽ നിന്ന് വായിക്കാൻ തയ്യാറാവണം നിങ്ങൾ. അതുകൊണ്ട് ഈ സെലഫികൾ ആരാന്നറിയണം. ഇതെന്തിനാ പറയുന്നറിയോ? ആ വാക്കും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. നാളെ ഈ പ്രഭാഷണം കഴിഞ്ഞാൽ ഒരുപക്ഷേ തൊട്ടടുത്ത പള്ളിയിൽ നിന്ന്, ഒരുപക്ഷേ നാളെ അടുത്ത ദിവസം മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രസംഗിച്ച എന്നെയും ഈ സംഘടനയെയും സലഫികൾ ഭീകരവാദികളാണ്, മുജാഹിദുകൾ ഭീകരവാദികളാണ് എന്ന് ചിത്രീകരിച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഫാസിസ്റ്റുകൾക്ക് കുടപിടിക്കുന്ന ഒരു വിഭാഗം ആളുകൾ വരും. എന്നിട്ട് അവർ പറയും വഹാബികൾ ഭീകരവാദികളാണ്. അങ്ങനെ എങ്ങാനും വരാൻ വല്ല ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ എടുത്തിടും, വിശകലനം ചെയ്യും. അതുപോലെ തന്നെ ചരിത്രത്തിന്റെ ഇന്നലകളിൽ ഈ രാജ്യത്തെ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കികളായി ജീവിച്ച ചരിത്രത്തെ ഈ ജനമധ്യത്തിൽ ഞങ്ങൾ പൊളിച്ചെഴുതപ്പെടും. അതുകൊണ്ട് അത്തരം പരിപാടികൾക്കാരും മെനക്കെടണ്ട. ഇവിടെ മതത്തെ, ആദർശത്തെ ആദർശപരമായി നേരിടുക. അതല്ലാതെ തീവ്രവാദ ആരോപണങ്ങളുമായാണ് നിങ്ങൾ മുന്നോട്ട് വരുന്നെങ്കിൽ ആ രൂപത്തിൽ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കും. അതിൽ യാതൊരു സങ്കോചമോ മടിയോ ഇല്ല എന്നത് പ്രഖ്യാപിക്കണം. ഈ സെലഫികൾ ആരാണ്? നാളെ പിറ്റന്നാൾ ഇവിടെ വന്ന് ഞങ്ങളെ വർഗീയവാദികൾ എന്ന് വിളിച്ചാൽ നിങ്ങൾ ചോദിക്കും, മൗലാന നോക്ക്, ഗാന്ധിജിയുടെ കൂടെ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അമരത്തിരുന്ന് ഇന്ത്യ രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാളിയും തർജുമാനുൽ ഖുർആൻ എന്ന മഹത്തായ ആ വേദഗ്രന്ഥത്തിന്റെ ട്രാൻസ്ലേഷൻ നിർവഹിച്ച ഒന്നാമത്തെ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി ഇവിടുത്തെ ജവഹർലാൽ നെഹ്റുവിനെ ഇന്ത്യ നെഞ്ചേറ്റിയതുപോലെ ഒന്നാമത്തെ വിദ്യാഭ്യാസ മന്ത്രിയായി ഭാരതം തെരഞ്ഞെടുത്ത മൗലാന അബുൽ കലാം ആസാദ്, ആ മൗലാന അബുൽ കലാം ആസാദ് സെൽഫി ആയിരുന്നു. ഗാന്ധിജിയുടെ കൂടെ നിന്ന് രാഷ്ട്രത്തിന് വേണ്ടി പോരാടി. അതുപോലെ തന്നെ മൗലാന മുഹമ്മദ് അലി, മൗലാന ജൗഹർ അലി, അതുപോലെ സുഹൃത്തുക്കളെ കേരളത്തിൽ MP നാരായണ മേനോൻ എന്ന കോൺഗ്രസ് പ്രവർത്തകന്റെ കൂടെ നടന്നുകൊണ്ട് കോൺഗ്രസിന്റെ ശാഖകൾ, ഖിലാഫത്ത് കമ്മിറ്റിയുടെ ശാഖകൾ ഉണ്ടാക്കാൻ ഈ കേരളത്തിന്റെ മണ്ണിൽ പാടുപെട്ട് പണിയെടുത്ത കട്ടിലശ്ശേരി KM മൗലവി, ഈ മൊയ്തു മൗലവി, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, ഇവരൊക്കെ നയിക്കപ്പെട്ട ഈ പ്രസ്ഥാനത്തിന്റെ ആധുനിക വക്താക്കളാണ് ഈ സലഫികൾ. ഈ സലഫികളെ തീവ്രവാദികൾ എന്ന് നാളെ നിങ്ങൾ ചിത്രീകരിക്കുമ്പോ ഒറ്റക്കാരിയെ അവരോട് ആവശ്യപ്പെടാനുള്ളൂ, ഒറ്റക്കാര്യമേ അവരോട് പറയാനുള്ളൂ. തീവ്രവാദികൾ എന്ന് ആരോപിക്കുന്നുവെങ്കിൽ ചരിത്രത്തിൽ നിന്ന് ഒരു രേഖ, ചരിത്രത്തിൽ നിന്ന് ഇന്ത്യക്ക് നേരെ, ഇന്ത്യ രാജ്യത്തിന്റെ നേരെ ഇവിടുത്തെ വഹാബികൾ, ഇവിടുത്തെ മുജാഹിദുകൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് എന്നതിന്റെ ചരിത്രത്തിന്റെ രേഖ അവതരിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അത് അവതരിപ്പിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ പ്രസംഗിക്കേണ്ടത്. അതുകൊണ്ട് എന്നും എക്കാലഘട്ടത്തിലും ഇവിടുത്തെ സലഫികൾ ഇവിടുത്തെ ഹൈന്ദവർക്ക് നേരെ
കൂടെ തോളോട് തോള് ചേർന്ന് നിന്നിട്ട് ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പോരാടിയിട്ടുണ്ട്. ആ ഹിന്ദു മുസൽമാനും തമ്മിലുള്ള ഐക്യത്തെ തകർത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാര് അവിടെ അധികാര സോപാനങ്ങൾ പണിതത്. ഇതുപോലെ ഇവിടെ ഇന്ന് ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പ്രബോധകനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യ ടുഡേയിലെ ഒരു പത്രപ്രവർത്തകൻ ഇന്റർവ്യൂ ചെയ്തപ്പോ ആ ഇന്ത്യ ടുഡേയുടെ 10 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ആ പത്രപ്രവർത്തകൻ പറയാ, നിങ്ങളെ ലേഖനങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്, നിങ്ങളെ CD ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇന്ന് വരെ അതിലൊരു തീവ്രവാദ ബന്ധവും നിങ്ങൾ പറഞ്ഞിട്ടില്ല, തീവ്രവാദികളെ നിങ്ങൾ ന്യായീകരിച്ചിട്ടില്ല. എന്നിട്ടും നിങ്ങളുടെ സ്ഥാപനത്തെ ഭീകരവാദിയാക്കി ചിത്രീകരിക്കുന്നതിന്റെ പിന്നിലുള്ള അജണ്ട നിങ്ങൾ തിരിച്ചറിയണം. ഇന്ന് ഭീകരവാദത്തിനെതിരെ സംസാരിക്കുന്നവരെയാണ് യഥാർത്ഥത്തിൽ ഫാസിസ്റ്റുകൾ ഭീകരവാദികളായി ചിത്രീകരിക്കുന്നത്. എന്തുകൊണ്ട്? ഹിന്ദു മുസ്ലിമും തമ്മിൽ തല്ലരുത്, ഒന്നിക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഫാസിസ്റ്റുകൾക്ക് അധികാരത്തിന്റെ കസേരകൾ സ്ഥാപിക്കാൻ സാധ്യമല്ല. ഗുജറാത്തിന്റെ മണ്ണിൽ വർഷങ്ങളോളം മുഖ്യമന്ത്രി പട്ടം അലങ്കരിച്ചത് അവിടുത്തെ ഹിന്ദുവിനെയും മുസൽമാനെയും തമ്മിൽ തല്ലിച്ചുകൊണ്ട് അവരുടെ കബന്ധങ്ങളിൽ സാമ്രാജ്യത്വത്തിന്റെ അല്ലെങ്കിൽ അധികാരത്തിന്റെ കസേരകൾ ഇട്ടിട്ടാണ് അവിടെ യഥാർത്ഥത്തിൽ ഭരണം അവർ പിടിച്ചത്. ഇന്ത്യ രാജ്യം വർഗീയവൽക്കരിച്ച് ധ്രുവീകരണം നടത്തിയിട്ട ഇന്ത്യ രാജ്യത്തിന്റെ ഭരണം പിടിച്ചെടുത്തത്. ഇവിടെ അരുത്, ഹൈന്ദവരെ തമ്മിൽ തല്ലരുത്, മുസ്ലിങ്ങളെ നമ്മൾ തമ്മിൽ തല്ലേണ്ടവരല്ല എന്ന് ആര് പറഞ്ഞുവോ അവർ ഭീകരവാദികളാ. എന്തുകൊണ്ട്? ആ പ്രസംഗം നാട്ടിലുടനീളം നടന്നാൽ ഹിന്ദു മുസൽമാൻ തമ്മിൽ തല്ലൂല. തമ്മിൽ തല്ലാതിരുന്ന പിന്നെ മതത്തിന്റെ പേര് പറഞ്ഞ് വർഗീയ ധ്രുവീകരണം നടത്തി ഹൈന്ദവരുടെ വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ സാധ്യമല്ല, മുസ്ലിങ്ങളുടെ വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ ഒരു കൂട്ടം ആളുകൾക്ക് സാധ്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തമ്മിൽ തല്ലരുത് എന്ന് പ്രസംഗിക്കുന്ന പ്രാസംഗികർക്ക് നേരെ UAPA ചുമത്തിക്കൊണ്ട് കാരാഗ്രഹത്തിൽ കൊണ്ടിടേണ്ടത് ഫാസിസ്റ്റുകൾ അജണ്ടയാണ്, ആവശ്യമാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അതിന്റെ ഉദ്ഘാടനം ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പോരാടി, ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഒരു വയോവൃദ്ധൻ അല്ലെ മഹാത്മാഗാന്ധിജി ബിർള മന്ദിരത്തിന്റെ ചുവട്ടിൽ വെച്ചുകൊണ്ട് ഇടത്തെ നെഞ്ചിലേക്ക് ഗോഡ്സെ വെടിയുതിർക്കുമ്പോ റാം റാം എന്ന് വിളിച്ചുകൊണ്ട് താഴെ പിടഞ്ഞു മരിക്കുമ്പോ ഗാന്ധിജി രാമഭക്തനാവാഞ്ഞിട്ടല്ല ഗാന്ധിജിയെ കൊന്നത്. അതേ ഗാന്ധിജിയെ കൊന്നത് രാമഭക്തനായ ഗോഡ്സെ ഗാന്ധിജിയെ കൊന്നത് ഗാന്ധിജി രാമഭക്തനാവാഞ്ഞിട്ടല്ല, ഗാന്ധിജി ഹിന്ദു രാഷ്ട്രമെന്ന അജണ്ടക്കെതിരായിരുന്നു എന്നൊറ്റ കാരണത്താല. അതുപോലെ ഇന്ന് ആ ഗാന്ധിജിക്ക് നേരെ അന്ന് UAPA ചുമത്താൻ അവർക്ക് സാധ്യമല്ല, പക്ഷേ അതുകൊണ്ട് ഗാന്ധിജിയെ അവർ കൊന്നുകളഞ്ഞു. ഇതുപോലെ മാനവിക സമൂഹത്തിന്റെ, ഹിന്ദുവിന്റെ, മുസൽമാന്റെ, ക്രൈസ്തവന്റെ ഐക്യത്തിന് വേണ്ടി തമ്മിൽ തല്ലരുതേ, കലഹിക്കരുതേ, വർഗീയ കലാപം പാടില്ല എന്ന് പ്രസംഗിക്കുന്ന പ്രാസംഗികരെ അന്ന് ഗാന്ധിജിയെ കൊന്നതിന്റെ പകരമായി ഇന്ന് UAPA ചുമത്തി കാരാഗ്രഹത്തിൽ കൊണ്ടുപോയി തള്ളുന്ന ഭരണകൂട തീവ്രത അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഭരണകൂടത്തിന്റെ തന്ത്രത്തെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് എന്നും എക്കാലഘട്ടത്തിലും ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ വളരെ ദൈക്ഷണികമായി എല്ലാ വെല്ലുവിളികളെയും നേരിട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, 1921 മലബാർ കലാപത്തിന് ശേഷം ഇവിടുത്തെ സമുദായം അനാഥമായപ്പോ ആ സമുദായത്തെ അനാഥമാക്കരുത്, എല്ലാവരും ജയിലിൽ പോകരുത് എന്ന് ഡൽഹിയിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്ന് കേരള ഘടകത്തെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഖിലാഫത്ത് നേതാക്കന്മാരും അതുപോലെ തന്നെ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരും അങ്ങ് കൊച്ചി രാജാവിന്റെ അണ്ടറിലുള്ള കൊടുങ്ങല്ലൂരിലേക്ക് പോയപ്പോ യഥാർത്ഥത്തിൽ അതിൽ KM മൗലവി ഉണ്ട്, വക്കം മൗലവി ഉണ്ട്, അതുപോലെ അബ്ദുറഹ്മാൻ സാഹിബ് ഉണ്ട്. അത് ഒളിച്ചോട്ടമായിരുന്നില്ല, നേതാക്കന്മാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രയാണം. അവിടെ പോയപ്പോ ആ കൊടുങ്ങല്ലൂരിന്റെ മണ്ണിലേക്കും യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പോലീസുകാർ അരിച്ചു വന്നു. അവിടെ വെച്ചുകൊണ്ട് ഒരു പോയിന്റ് പറയാ, ശരിക്കും ശ്രദ്ധിച്ചോ, ഈ സലഫികൾ ആരായിരുന്നു? ചരിത്രത്തിൽ ഇവിടുത്തെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഈ സലഫി പ്രസ്ഥാനം ആരായിരുന്നു എന്ന് പറയാൻ. അങ്ങനെ അവിടെ ചെന്നുകൊണ്ട് പോലീസുകാരോട് അവിടുത്തെ ഒരു സഹോദരൻ ചോദിച്ചു, ആരാ സഹോദരൻ? KC കൃഷ്ണമേനോൻ എന്ന് പറഞ്ഞ കൊടുങ്ങല്ലൂരിലെ സാധാരണക്കാരൻ ചോദിച്ചു, നിങ്ങൾ ആരെ തെരഞ്ഞു വന്നത്? അവിടെ കൊടുങ്ങല്ലൂരിന്റെ മണ്ണിലേക്ക് ആരെ തെരഞ്ഞു വന്നതാ? KC കൃഷ്ണമേനോനോട് അന്നത്തെ ബ്രിട്ടീഷുകാർ പറഞ്ഞത്, ചില തീവ്രവാദികൾ മലബാർ കലാപത്തിന് ശേഷം ഇങ്ങോട്ട് കടന്നു വന്നിട്ടുണ്ട്, അതിൽ KM മൗലവിന്റെ ലിസ്റ്റ് ഉണ്ട്.
അതിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ ലിസ്റ്റ് ഉണ്ട്. അന്ന് ബ്രിട്ടീഷുകാര് തീവ്രവാദി എന്ന് വിളിച്ചവരെ ഇന്ന് ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കികൾ തീവ്രവാദികൾ എന്ന് വിളിക്കുന്നു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആര് പോരാടിയോ അവരെ തീവ്രവാദികളാക്കുന്നത് ചരിത്രത്തിന്റെ വിപരീത അധ്യായമാണ് എന്ന് മനസ്സിലാക്കുക. അവിടെ KC കൃഷ്ണമേനോൻ എന്ന് പറഞ്ഞ ഹൈന്ദവ സുഹൃത്ത് പറയാ, ഹൈന്ദവ നേതാവ് പറയാ, നിങ്ങൾ അന്വേഷിച്ച് വന്നതിൽ KM മൗലവിയുടെ പേരുണ്ടെങ്കിൽ, KM മൗലവിയുടെ പേരുണ്ടെങ്കിൽ ആരെ KM മൗലവി മുജാഹിദ് പ്രസ്ഥാനം KM നമ്പർ രജിസ്റ്റർ ചെയ്തപ്പോ ഒന്നാമത്തെ ഈ സലഫി പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ആ KM മൗലവിന്റെ KNM-ന്റെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒന്നാമത്തെ പ്രസിഡന്റ് ആ KM മൗലവിയുടെ പേര് നിങ്ങൾ കൊണ്ടുവന്ന പിടികിട്ടാ പുള്ളിയുടെ ലിസ്റ്റിലുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ ആയിരക്കണക്കിന് ഹൈന്ദവനുണ്ട്. ആയിരക്കണക്കിന് ഹൈന്ദവന്മാരുടെ ശവത്തിൽ ചവിട്ടിയിട്ടല്ലാതെ ഞങ്ങളുടെ KM മൗലവിയെ വിട്ടുതരൂല എന്ന് പ്രഖ്യാപിച്ച നേതാവിന്റെ വക്താക്കളാ, അനുയായികളാ ഈ സലഫികള്, ഈ വഹാബികള്. ഞങ്ങൾ ഭീകരവാദികളല്ല, തീവ്രവാദികളല്ല. ആരെന്തൊക്കെ പറഞ്ഞാലും ചരിത്രം മാപ്പ് തരൂല. ഫാസിസ്റ്റുകൾ പറഞ്ഞതിനനുസരിച്ച് കൂടെ കൂടിയ ചരിത്രം മാപ്പ് തരൂല എന്ന് പ്രഖ്യാപിക്കുക. ഈ ലോകത്ത് ഇസ്ലാം എന്ന മതത്തിന്റെ സമാധാനത്തിന്റെ സന്ദേശത്തെ ലോകത്ത് പ്രഖ്യാപിക്കാൻ ആണായി പിറന്നവരാ ഇവിടുത്തെ സലഫികൾ. അതുകൊണ്ടാ എന്ത് പ്രതിസന്ധി വകവെക്കാതെയും ഇവിടെ ആരൊക്കെ പേടിപ്പിച്ച് കാട്ടുമ്പോഴും പേടിക്കാതെ അജയ്യമായി അചഞ്ചലമായി ആണുങ്ങളോടെ നട്ടലോടെ ഈ മതം രാജ്യത്തിന്റെ വിവിധ കോണിൽ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ അറിയോ? പടച്ചോന്റെ മത അതാര് തടഞ്ഞാലും ആരൊക്കെ എതിർത്താലും അത് ഞങ്ങൾ പറയും. അത് ഞങ്ങളുടെ ബാധ്യതയാണ്, അല്ലേ? അതുകൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ലോകത്തിന്റെ പ്രവാചകൻ ആരാണ്? ആ പ്രവാചകനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബന്ധം എന്താണ്? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ അല്ലെങ്കിൽ അന്ത്യനിമിഷങ്ങൾ എന്ന വിഷയത്തിൽ ബഹുമാന്യനായ സ്വലാഹുദ്ദീൻ ചുഴലി നമ്മോട് സംസാരിക്കുന്നു. അദ്ദേഹത്തെ ഈ സദസ്സിനെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും സ്ഥലമുണ്ടെങ്കിൽ കയറിയിരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.